വെൽക്കം ബാക്ക് ടു വോക്ക് ആൻഡ് ലാഡിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു മിൽക്ക് പൊറാട്ട റെസിപ്പി കാണാം. ഏറ്റവും എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. കണ്ടാൽ നമുക്കൊരു ചപ്പാത്തി പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് ഉള്ളതും വെരി ഡിഫറെൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സോഫ്റ്റ് പൊറാട്ട തന്നെയാണ് മിൽക്ക് പൊറാട്ട എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ചെറിയൊരു ബൗളാണ്. അതിലേക്ക് കുറഞ്ഞ ഒരു ചൂടുള്ള, അതായത് ഒരു വിരൽ തൊട്ടാൽ കുഴപ്പമില്ലാത്ത ചൂടുള്ള ഒരു പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് വെക്കാം. നമുക്കൊരു ബൗളെടുക്കുക. അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റ് ഇവിടെ ആക്റ്റീവായി റെഡി ആയിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. എങ്ങനെയായാലും അത് മുഴുവനും ഒഴിക്കേണ്ടി വരും. പിന്നെ കുറച്ച് വെള്ളം കൂടി എന്തായാലും വേണ്ടി വരുന്നു. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് എണ്ണ എടുത്തിട്ട് അതും എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. മിനിമം 10 മിനിറ്റ്, അതിൽ കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി മാവൊന്നും അല്ല, അതിലേറെ നല്ലൊരു സോഫ്റ്റ് മാവായിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കിയിട്ട് മാറ്റാം. ഓരോ ബോൾസും എടുത്തിട്ട് നമുക്ക് മാവിലൊന്ന് മുക്കിയിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്നുമല്ല, അതിലേറെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഓയിലോ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അങ്ങനെ മറിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് പൊള്ളിച്ച് എടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സൈഡിലും ബട്ടർ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ബട്ടറോ നെയ്യോ ഓയിലോ എന്തായാലും പറ്റും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഡിന്നറോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മുട്ട റോസ്റ്റ്, ചിക്കൻ കറി, എന്ത് കറിയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള, കാണാൻ ചപ്പാത്തി പോലെ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ചപ്പാത്തി എന്നൊക്കെ തോന്നും, പക്ഷെ നല്ല സോഫ്റ്റാണ്. അതുപോലെ ടേസ്റ്റും തന്നെ സൂപ്പറാണ്. പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. Thank you.